الحمدلله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون. أيها الناس أوصيكم ونفسي أولا بتقوى الله. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ ലോകങ്ങളുടെയും രക്ഷാധികാരിയും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനും നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമുള്ളവരാണ് മനുഷ്യർ. തങ്ങളുടെ മക്കളുടെ നല്ല ഭാവിയെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല. നല്ലൊരു വീട് മനുഷ്യന്റെ ജീവിതത്തിലെ സ്വപ്നവും ആഗ്രഹവുമാണ്. മാന്യമായൊരു വാഹനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളുണ്ടാവില്ല. പിറന്നു വീണ നാട്ടിൽ ജോലി ചെയ്ത് സമ്പാദിച്ച് ഈ ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയില്ലെങ്കിൽ അങ്ങ് അറബിക്കടലിൻ്റെ അക്കരെ മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടെങ്കിലും തന്നെ ആശ്രയിച്ചു ജീവിക്കുന്നവരുടെ സുഖവും സന്തോഷവും ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് നമ്മളിൽ അധിക പേരും. പ്രിയപ്പെട്ടവരെ, നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരാൾ പറയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. 2, 3, 4 മക്കളുള്ളവർ, പെൺമക്കളുള്ളവർ അവരുടെ വിവാഹം ഒക്കെ നല്ല രൂപത്തിൽ നടത്തി
അവരൊക്കെ നല്ല അവസ്ഥയിൽ സെറ്റിലായപ്പോൾ ഒരു രക്ഷിതാവ് പറയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ശമ്പളമുള്ള ജോലി മക്കൾക്ക് കിട്ടി, നല്ലൊരു വീട് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ ദുനിയാവിലെ ഭൗതിക ജീവിതത്തിലെ പല അനുഗ്രഹങ്ങളും നേടിയെടുത്തു കഴിയുമ്പോൾ പലരുടെയും ആത്മഗതമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത്. സത്യത്തിൽ അയാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ജീവിതമായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഓരോ അനുഗ്രഹങ്ങളും നേടിയെടുത്തു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയാമായിരുന്നു. പക്ഷേ മരണത്തിൻ്റെ അപ്പുറം മനുഷ്യരെ കാത്തിരിക്കുന്ന ശാശ്വതമായൊരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മൾ അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ആ അടിസ്ഥാന ലക്ഷ്യം നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ വിജയിക്കാൻ കാരണമായി തീരുക. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഒരു നേരം പോക്കിന് വേണ്ടി, ഒരു തമാശക്ക് വേണ്ടി നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നല്ലാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് തിരിച്ചു വരപ്പെടില്ല എന്നുമാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹു തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. നിങ്ങളെല്ലാവരും ഏകരായി നമ്മുടെ അടുക്കലേക്ക് തിരിച്ചു വരപ്പെടുക തന്നെ ചെയ്യും. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും. പരിശുദ്ധ ഖുർആൻ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലൂടെ നാളെ പരലോകത്ത് വരാൻ പോകുന്ന അവസ്ഥ ഇപ്പോ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള നമുക്ക് മനുഷ്യർക്ക് അല്ലാഹ് ജീവിച്ചിരിക്കുമ്പോൾ പഠിപ്പിച്ചു തരുന്നു. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ. നിങ്ങളിതാ നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു, പരലോകത്തേക്ക് വന്നിരിക്കുന്നു. എങ്ങനെ? ഫുറാദാ, ഏകരായി. കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ ഏകരായിരുന്നു, ഒറ്റക്കായിരുന്നു. അതേപോലെ നിങ്ങളിതാ വന്നിരിക്കുന്നു. വതറക്തും, നിങ്ങൾ വിട്ടേച്ചു പോന്നു. മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും. ദുനിയാവിൽ നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്ന, അല്ലാഹു നമുക്ക് അധീനപ്പെടുത്തി തന്ന നമ്മുടെ സമ്പത്തും അധികാരങ്ങളും സ്വാധീനങ്ങളുമെല്ലാം ഭൂമിയുടെ പുറം ഭാഗത്ത് ദുനിയാവിൽ വിട്ട് നിങ്ങളിതാ എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു എന്ന് മരണത്തിനു ശേഷം പരലോകത്തേക്ക് അള്ളാന്റെ അടുത്തേക്ക് ചൊല്ലുന്ന രംഗം പരിശുദ്ധ ഖുർആൻ ഇപ്പോ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മുൻഗണനകൾ നിശ്ചയിക്കുന്നിടത്ത് നമുക്ക് പിഴച്ചു പോകാൻ പാടില്ല. ജീവിതത്തിന്റെ പ്രിഫറൻസുകൾ നിശ്ചയിക്കുന്നിടത്ത് നമുക്ക് പിഴവ് പറ്റിയ പിന്നെ നമുക്ക് തിരിച്ചു കയറുക പ്രയാസമായിരിക്കും. വളരെ കുറച്ചു കാലമാണ് ഈ ഭൂമിയിൽ നമുക്കുള്ള ജീവിതം. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60-70 കൊല്ലമാണ്. ചിലപ്പോ ചിലർക്ക് അല്ലാഹു അതിലൽപ്പം കൂടുതൽ നൽകും, പലരുടേതും അതിൻ്റെ മുമ്പ് അവസാനിക്കും. ഒരു വർഷമെന്ന് പറയുമ്പോൾ 365 ദിവസമാണ്. 10 വർഷം എന്ന് പറയുന്നത് 3000 ചില്ലാനം ദിവസമാണ്. 30 കൊല്ലം എന്ന് പറയുന്നത്
10,000 ചില്ലാനം ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ദുനിയാവിൽ പരലോകം മറന്നോടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. കാരണം എന്താ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ദീന് ഇസ്ലാം മാത്രാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു മാർഗരേഖയായി ആരെങ്കിലും സ്വീകരിച്ച അതവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കില്ലെന്ന് ഖുർആൻ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണന നിശ്ചയിക്കുന്നിടത്ത് നമുക്ക് പിഴവ് പറ്റരുത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ റബ്ബിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടലാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഉപകാരം ചെയ്യാത്ത പരലോകം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ പാപരഹിതമായ കുറ്റങ്ങളില്ലാത്ത ശരിയായ വിശ്വാസത്തിൽ സൽക്കർമ്മങ്ങളിൽ പടുത്തുയർത്തിയ മലിനമാകാത്ത ഹൃദയവുമായി തന്റെ റബ്ബിന്റെ അടുത്തേക്ക് വരുന്നവർ മാത്രമാണ് രക്ഷപ്പെടുന്നത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ സലീമായ കൽബ് എവിടുന്ന പ്രിയപ്പെട്ടവരെ? സലീമായ ഒരു കൽബ് നമുക്ക് ലഭിക്കുക, ആ കൽബ് നമുക്ക് ലഭിക്കുക അത് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയാണ്. ആ ജീവിതചര്യ എങ്ങനെ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ 23 വർഷക്കാലം കൊണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് ആ ഖുർആനിലെ ഓരോ വചനങ്ങളും ജീവിതം കൊണ്ട് ജീവിച്ചു കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ വഴിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് കിട്ടിയ ആയുസ് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. ദുനിയാവിന് വേണ്ടി ഓടി പരലോകം നഷ്ടപ്പെടുത്തരുത്. ഒരു കയറിന്റെ ഈത്തപ്പന മെട്ടല് പിരിച്ചുണ്ടാക്കിയ ഒരു പരുപരുക്കൻ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റപ്പോൾ ശരീരത്തിൽ ഈ പായയുടെ അടയാളങ്ങൾ കണ്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ലവിത്തഖദ്നാ ലക വിതാഅൻ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ അങ്ങേക്കൊരു വിരിപ്പുണ്ടാക്കി തരട്ടെ, നല്ലൊരു വിരിപ്പ്. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, പ്രിയപ്പെട്ട സ്വഹാബ, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധ? ഒരു യാത്രക്കാരൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാനിരുന്നൊരു യാത്രക്കാരനെ പോലെ മാത്രമല്ലേ ഞാൻ? ആ യാത്ര വിശ്രമം കഴിഞ്ഞ് ആ മരം വിട്ട് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു പഥികനെ പോലെ മാത്രമല്ലേ ഈ ദുനിയാവില് ഞാന്? എനിക്കെന്തിനാ ഒരു വിരിപ്പ്? മദീനയിലെ മാർക്കറ്റിലേക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോ ഒരു ചത്ത ആടിന്റെ തലയെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആർക്ക് വേണം 2 ദീനാറിന് ഈ ചത്ത ആടിന്റെ തല? ഞങ്ങൾക്ക് വേണ്ട നബിയെ, 1 ദീനാറിന് ആർക്ക് വേണം? ആർക്ക് വേണം? വെറുതെ എന്നാ പോലും ആർക്കും വേണ്ട. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബയോട് പറഞ്ഞു കൊടുക്കാണ്, എങ്കിൽ പ്രിയപ്പെട്ട സ്വഹാബ, പരലോകത്തിനെ അപേക്ഷിച്ച്, പരലോകത്തിലെ സ്വർഗത്തിലെ വിഭവങ്ങളെ അപേക്ഷിച്ച് ഈ ദുനിയാവിന്റെ മുഴുവനുമുള്ള വില എന്ന് പറയുന്നത് ഈ ചത്ത ആടിന്റെ, ആർക്കും വെറുതെ കൊടുത്താൽ പോലും വേണ്ടാത്ത ഈ ചത്ത ആടിന്റെ വിലയാണ് പരലോകത്തിനെ അപേക്ഷിച്ച് ഈ ദുനിയാവിന്റെ വില. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബ അവർക്ക് ഇത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അവർ റളിയല്ലാഹു അൻഹും വറളു അൻഹും ആയത്.
ആ ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം നമ്മിലേക്ക് വരണം. പലപ്പോഴും ദീന് എന്നൊക്കെ പറയുന്നത് ചിലർക്കെങ്കിലും അതൊക്കെ ഒരു നിസ്സാരമായ, അതങ്ങനെ 5-ാമത്തെ വയസ്സിൽ ഉപ്പ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തു, ഒരു 4-5 വർഷം മദ്രസയിൽ പഠിച്ചു എന്നതിൻ്റെ അപ്പുറം മതപരമായ വിജ്ഞാനങ്ങൾ നേടാനോ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മനസ്സിലാക്കാനോ ഒന്നും സമയം കണ്ടെത്താതെ ആയുസ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർ ഒന്നുകൂടി ചിന്തിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ചിലർക്ക് അങ്ങനെയാണ്. 2 വയസ്സുകാരൻ, ഉപ്പയുടെ മയ്യത്തിന്റെ അടുത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന 2 വയസ്സുകാരൻ, അവനെന്താ 2 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എന്താ പ്രത്യേകത? അവന്റെ വീടിന്റെ മുമ്പിലൊരു ഷീറ്റ് വലിച്ചു കെട്ടി അവന്റെ ഉപ്പ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് അവിടെ കിടക്കുകയാണ്. എന്നും വൈകുന്നേരം കയ്യിലൊരു മിഠായി പൊതിയുമായി വീട്ടിലേക്ക് കയറി വന്ന് എന്നെ വാരിയെടുത്ത് എന്റെ കവിളിൽ ഉമ്മ നൽകുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ നാളെയുടെ വൈകുന്നേരങ്ങളിൽ ഈ വീട്ടിലേക്ക് കയറി വരില്ല, അതാണ് മരണമെന്ന് 2 വയസ്സുകാരൻ അറിയില്ല. അവനെന്ത് ചെയ്യും? ഉപ്പാന്റെ ജനാസയുടെ അടുത്ത് കയ്യിലെ കളിവണ്ടി ഉരുട്ടി അവൻ അങ്ങനെ കളിച്ചോണ്ടിരിക്കും. പക്ഷെ ആ വീട്ടിലെ തൊട്ട റൂമിൽ ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? സങ്കടം സഹിക്കാൻ കഴിയാതെ നിയന്ത്രിച്ചു നിർത്താൻ പാടുപെടുന്ന ഒരു സ്ത്രീയായിരിക്കും. കുടുംബജീവിതത്തിൽ തനിക്ക് സ്നേഹം പകർന്ന തന്റെ പ്രിയതമൻ ഭർത്താവ് നാളെ മുതൽ എന്റെ കൂടെ ഉണ്ടാവൂല എന്നുള്ള മരണമെന്ന യാഥാർത്ഥ്യം ആ ഭാര്യക്കറിയാം. ഞാൻ പറഞ്ഞറിയോ, ഇങ്ങനെ ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കണ 2 വയസ്സുകാരനെ പോലെയാണ് പലർക്കും ദീനെന്ന് പറയുന്നത്. അങ്ങനെ ആകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു ആരാ? അള്ളാഹു. ആ അള്ളാഹുവിനെ നമ്മൾ അറിയണം, അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വെല്ലുവിളികളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിനെ മനസ്സിലാക്കിയവർക്കേ സാധിക്കുള്ളൂ. ഇസ്ലാം എന്ന ദീനിനെ ബോധ്യപ്പെട്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കേ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലതി ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എന്റെ ദീനിനെ എനിക്ക് നന്നാക്കി തരണേ. എന്താ കാരണം? എന്റെ കാര്യങ്ങളുടെ സുരക്ഷിതത്വം, എന്റെ സെക്യൂരിറ്റി ഇസ്ലാം എന്ന ദീനിലാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി. അല്ലാഹുവേ, എന്റെ ദീനിനെ എനിക്ക് നന്നാക്കി തരണേ. അല്ലതി ഹുവ ഇസ്മതു അംരി. നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനം എന്താ? ദീന് കൊടുക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് ഏറ്റവും നല്ല അദബ് പഠിപ്പിക്കുന്ന എന്താ? അവർക്ക് നൽകേണ്ട സമയത്ത് ദീന് നൽകുക എന്നുള്ളതാണ്. വെക്കേഷനാണ്, അവധിക്കാലമാണ്, ദീന് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇസ്ലാം, ദീൻ, അതാണ് നമ്മുടെ സുരക്ഷിതത്വം. തിരിച്ചുപോക്ക് നമുക്കൊക്കെ ഉണ്ട് അല്ലേ? ക്ഷണിക്കപ്പെടാത്തൊരതിഥിയെ പോലെ മരണം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. വീടിന്റെ പൂമുഖത്ത് വെളുത്ത 3 തുണിയിൽ പൊതിഞ്ഞ് പ്രിയപ്പെട്ടവരുടെ അവസാനത്തെ നോട്ടത്തിനും കാഴ്ചക്കും വേണ്ടി കിടക്കുന്നൊരു കിടത്തം എല്ലാവർക്കും വരാനുണ്ട്. പിന്നൊരു തിരിച്ചുപോക്കാണ്, ഒറ്റക്ക്. അതാ ഖുർആൻ പറഞ്ഞത്, കുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഒറ്റക്കാണ്. പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ, 2ാം ഉമർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു കാത്തിബുണ്ടായിരുന്നു, മൈമൂൻ ഇബ്നു മിഹ്റാൻ. അവർ 2ആളും കൂടി ഒരു ദിവസം ഇങ്ങനെ ആളുകളെ കബറടക്കിയ ശ്മശാനത്തിലേക്ക് ഇങ്ങനെ പോവാണ്. മൈമൂൻ ഇബ്നു മിഹ്റാൻ പറയാണ്, ആ ഖബറുകളുടെ നടുവിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ ഇങ്ങനെ നിശബ്ദനായി നിൽക്കുകയാണ്, മിണ്ടാതെ നിൽക്കുകയാണ്, നിശബ്ദനായി. അസ്വാമിത്.
എന്നിട്ട് എന്നോട് ചോദിച്ചു, അബൂ അയ്യൂബ്, ഈ കാണുന്ന ഖബറുകളൊക്കെ ആരുടേതാണെന്ന് നിനക്കറിയോ? ഈ കാണുന്ന ഖബറൊക്കെ ആരുടേതാണെന്ന് നിനക്കറിയോ? ഹാദിഹി ഖുബൂറു ആബാഇ മിൻ മുലൂകി ബനി ഉമയ്യ. ബനു ഉമയ്യ രാജകുടുംബത്തിലെ എന്റെ രാജാക്കന്മാരായിരുന്ന എന്റെ പിതാക്കന്മാരുടെ പ്രപിതാക്കന്മാരുടെ ഖബറുകളാണ് ഈ കിടക്കുന്നത്. അവരുടെ കിടത്തം കണ്ടാല് ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ബനു ഉമയ്യ രാജകുടുംബത്തിലെ രാജാക്കന്മാരായിരുന്നു എന്ന് വല്ല തോന്നലും നിനക്കുണ്ടോ? ഇപ്പൊ കണ്ടിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഖബറും രാജാക്കന്മാരുടെ ഖബറും വല്ല വ്യത്യാസമുണ്ടോ? എല്ലാവരും മണ്ണിലേക്ക് ലയിച്ചു പോയി, ഇത്രയുള്ളൂ. ആ സമയത്ത് അവിടേക്കൊരു ജനാസ ഇങ്ങനെ കൊണ്ടുവരിക, ഖബറിന്റെ പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങുക, ഖബറ് കുഴിക്കുക. അപ്പൊ കുറച്ച് ചെറുപ്പക്കാര് ഒരു മരത്തിന്റെ തണലിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അവരോട് അദ്ദേഹം പറഞ്ഞു, മൻകാന ഹീന തുസീബു ശംസു ജബഹതുഹു അബിൽ ഗുബാറു യഖാഫു ശൈന വസ്സഅസ വയഅലിഫു ളില്ല കൈ തബ്ഖാ ബശാശതുഹു ഫസൗഫ യസ്കുനു യൗമൻ റാഗിമൻ ജദസ. മുഖത്തിന്റെ ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടുന്നു വിചാരിച്ച്, മുഖത്ത് പൊടിപറ്റും, സൂര്യന്റെ വെയിലേൽക്കുമെന്ന് വിചാരിച്ച് മരത്തിന്റെ തണലിലേക്ക് മാറി നിൽക്കുന്ന ചെറുപ്പക്കാരെ, ഫസൗഫ യസ്കുനു യൗമൻ റാഗിമൻ ജദസ, ഒരു ദിവസം മൃതദേഹങ്ങളായി ഈ ഖബറിന്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുവരും. ഫയസ്കുനു യൗമൻ, എന്നിട്ടോ ഫീ കഅരി മുളിമത്തിൻ ഗബറാഇ മൂഹിശത്തിൻ, ഈ ഖബറിന്റെ കുഴിയിലേക്ക്, വിജനതയിലേക്ക്, കൂരിരുട്ടിലേക്ക്, പൊടിപുരണ്ട ഈ ഖബറിന്റെ ആഴിയിലേക്ക് നിങ്ങളുടെ ശരീരങ്ങൾ ഇറക്കി വെക്കുക തന്നെ ചെയ്യും. അതാണ് പ്രിയപ്പെട്ടവരെ, മസ്ജിദ് നബവിയുടെ മിമ്പറിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബയെ ഓർമ്മപ്പെടുത്തിയത്, മരിക്കും, പക്ഷേ വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. അള്ളാന്റെ അടുത്തേക്ക് സലീമായ ഖൽബുമായിട്ടല്ലാതെ നിങ്ങൾ തിരിച്ചു ചെല്ലാൻ പാടില്ല. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും പരിശോധിക്കേണ്ടത്, മരണത്തിന്റെ സമയത്ത് തിരിച്ചു കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും? എൻ്റെ ഭാര്യ എന്താകും? അവരുടെ മക്കളുടെ മക്കൾ എന്താകും എന്നല്ല നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആശങ്ക, എൻ്റെ അവസ്ഥ എന്താകും? ഈ ഖബറിന്റെ ഉള്ളിൽ എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? നാളെ പരലോകത്ത് എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ കരയാണ്. മാബിക്കിയ ആയിഷ, ആയിഷ നിനക്ക് എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, പരലോകത്തിന്റെ ഭയാനകതയെ ഞാനിങ്ങനെ ഓർത്തുപോയി, അതാ ഞാൻ ഇങ്ങനെ കരയുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, നബിയേ, ആ പരലോകത്ത് അങ്ങ് ഞങ്ങളെ ഓർക്കുമോ? ആ പരലോകത്ത് അങ്ങ് ഞങ്ങളെ ഓർക്കുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ നിന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, 3 സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കില്ല ആയിഷ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 1, ഗ്രന്ഥം കയ്യിൽ ലഭിക്കുന്ന സമയം. എന്റെ ഗ്രന്ഥം വലത് കയ്യിലൂടെയാണോ എനിക്ക് ലഭിക്കുക, ഇടത് കയ്യിലൂടെയാണോ ലഭിക്കുക? ആ സമയത്തൊരാളും ഒരാളെ കുറിച്ചും ഓർക്കില്ല ആയിഷ. വഇൻദൽ മീസാൻ, ആയുസ്സിൽ ചെയ്ത കർമ്മങ്ങളും ചിന്തകളും സംസാരിച്ച വാക്കുകളും ചൊല്ലിയ ദിക്റുകളും ഖുർആൻ ആയത്തുകളും, അങ്ങനെ ജീവിതത്തിന്റെ ആയുസ്സിലെ മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു അളന്നു തൂക്കുന്ന മീസാൻ, ആ മീസാനിന്റെ മുമ്പിൽ ഒരാളും ഒരാളെ കുറിച്ചും ഓർക്കില്ല ആയിഷ. അവനാനെ കുറിച്ച് മാത്രമേ ഓർക്കുള്ളൂ. 3, വഇൻദ സിറാത്ത്, നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കുന്ന സിറാത്ത്, ആ സിറാത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഈ ഭൂമിയിലെ അവന്റെ ഒരു പ്രിയപ്പെട്ടവരും ഉണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, ഉപ്പയുണ്ടാകില്ല,
ഇണയുണ്ടാകില്ല, തുണയുണ്ടാകില്ല, മക്കളുണ്ടാകില്ല, ആരുമുണ്ടാകില്ല. അവനാനെ കുറിച്ചുള്ള ചിന്ത മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തണം, അവനാനെ ബോധ്യപ്പെടുത്തണം, ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ അപ്പുറം മീസാനിനെ കുറിച്ച്, മീസാനും സിറാത്തിനെ കുറിച്ച്, അവിടെ ഗ്രന്ഥം കയ്യിൽ ലഭിക്കുന്നതിനെ കുറിച്ച്, സ്വർഗത്തിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നന്നായി തീരും. ദുനിയാവിലെ ഒരു പ്രതിസന്ധിയും നമുക്കൊരു പരീക്ഷണമായി അനുഭവപ്പെടില്ല. അതിനതിജീവിക്കാനുള്ള കരുത്തു നമുക്ക് ലഭിക്കും. സ്വസ്ഥമായൊരു ജീവിതം, മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു ജീവിതത്തിൻ്റെ ലക്ഷ്യം ബോധ്യപ്പെട്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ജീവിച്ച് മരിക്കാൻ മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أيها الناس أوصيكم ونفسي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കണമെന്ന് രണ്ടാമതൊരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അള്ളാഹു പ്രത്യേകത നൽകിയ സൃഷ്ടികളാണ്. മനുഷ്യർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നന്മയുടെ വഴി വേണമെങ്കിൽ അത് സ്വീകരിക്കാം, തിന്മയുടെ വഴി അത് വേണ്ടവർക്ക് അത് സ്വീകരിക്കാം. വഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് മാർഗങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുള്ളവരായി ജീവിതത്തിനെ ലിമിറ്റു ചെയ്ത് ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മുസ്ലിമായി കീഴൊതുങ്ങി അനുസരണയുള്ളവരായി ക്ഷമയോടുകൂടി പരലോകം മുന്നിൽ കണ്ട് ജീവിക്കാം. അല്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കാം. എങ്ങനെ ജീവിച്ചാലും അള്ളാഹു നിശ്ചയിച്ചൊരായുസേ ഈ ദുനിയാവിൽ നമുക്കുള്ളൂ. ആകാശം പിളർത്തി മുന്നോട്ട് പോവാനോ ഭൂമിയെ പിളർത്തി താഴോട്ട് പോവാനോ നിങ്ങളുടെ കാലുകൾക്ക് ശക്തിയില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം, ജീവനങ്ങട്ട് തൊണ്ടക്കുടിയിലേക്ക് വന്ന് നിൽക്കും. അള്ളാനെ അനുസരിക്കാതെയൊക്കെ ജീവിച്ചവരോട് ഖുർആൻ പറയാ, വെല്ലുവിളിക്ക അല്ലാഹു. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിന്റെ ഉപ്പയാണ് മരിക്കാൻ പോണത്. നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കി നിന്റെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് പിടിപ്പിച്ച നിന്റെ ഉപ്പ നിന്നെ എഞ്ചിനീയറാക്കി. നീ രാജ്യത്തെ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. നിന്റെ പിതാവ് മരിക്കാൻ കിടക്കുക. ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, അല്ലാഹു പറയുന്നത് അറിയോ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും അള്ളാന്റെ ദീനും ഒന്നും നിങ്ങൾക്ക് ബാധകല്ല. നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പോലെ ജീവിക്കാം. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ അധികാരവുമൊക്കെ നിങ്ങളെ ഈ ഭൂമിയിൽ ശാശ്വതരാക്കും എന്ന രൂപത്തിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ അല്ലാഹു പറയാ, തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ, തിരിച്ചു കൊണ്ടുവാടോ നിന്റെ പിതാവിനെ ജീവിതത്തിലേക്ക്. അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്. ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ നഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിന്റെ നിലപാടായിരുന്നു ശരിയെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവാ. കഴിയോ സുഹൃത്തുക്കളെ? മരണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു കൊടുക്കാനേ കഴിയുള്ളൂ. അത് കൊണ്ടുപോകും ആത്മാവിനെ. പിന്നൊരു ജീവിതമാണ്, തിരിച്ചു വരാത്തൊരു ജീവിതം, ശാശ്വതമായൊരു ജീവിതം. ആ ഖബറിലേക്ക് ഇങ്ങോട്ട് കൂടെ ഇറങ്ങാൻ നമ്മൾ ചെയ്ത അമലുകൾ മാത്രം. ആ ബോധ്യം നമുക്കുണ്ടാവണം. റഹ്മാനായ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിതത്തിൻ്റെ
ലക്ഷ്യം മനസ്സിലായി ജീവിച്ച് മരിക്കാൻ മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ സകല പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ. അള്ളാഹുവെ, ശാരീരികമായി രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആശുപത്രികളിൽ അഡ്മിറ്റായ പലരുമുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ പരിപൂർണ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ. സാമ്പത്തികമായി കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ. അള്ളാഹുവെ, വീട് ഒരു സ്വപ്നമായി കണ്ട് അധ്വാനിക്കുന്നവരുണ്ട്. ഹലാലായ മാർഗത്തിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റണേ. അള്ളാഹുവെ, വിവാഹപ്രായമെത്തിയ ആൺമക്കൾ, പെൺമക്കൾ, സഹോദരി സഹോദരങ്ങൾ അള്ളാഹുവെ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി സന്തോഷകരമായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്കു നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഇണകളുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവെ, അവർക്കു നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗത്തിൽ, ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, ലോകത്തെമ്പാടും പരീക്ഷണങ്ങൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, കുഞ്ഞുമക്കൾ അള്ളാഹുവെ, പരിശുദ്ധ ദീനിന്റെ ഇസ്സത്ത് കൊണ്ട് അവർക്ക് നീ സുരക്ഷിതത്വവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.